JPR ഹാർബർ മുട്ടം, അതിൻ്റെ ഒരു കാഴ്ചകളെ നമുക്കൊന്ന് കണ്ടു നോക്കിയാൽ എങ്ങനെ ദൂരെ കാഴ്ചയിൽ കൂടി ഡ്രോണിൽ കൂടി നമ്മൾ കാഴ്ചകളൊക്കെ കാണാം. കാണേണ്ട കാഴ്ചകളാണ്. കരയിൽ നിന്ന് ഇത്രയും സുന്ദരമായ കാഴ്ച നൽകുന്ന ഒരു സ്ഥലം എനിക്കില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ആ കാഴ്ചയിലേക്ക് സ്വാഗതം. മുട്ടം ഹാർബറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോക്കി എന്ത് രസമാണെന്ന് അറിയാം. നമ്മൾ ഈ ഹാർബറിലെ പുലിമുട്ടുണ്ട്. പുലിമുട്ടിൽ പോയി കാണുമ്പോഴത്തേക്ക് നമ്മൾ ഈ കാണുന്നത് മുട്ടം ഹാർബറാണ്. നമുക്കിപ്പോൾ അതിനകത്തോട്ട് അലോഡല്ല വീഡിയോ എടുക്കാൻ വേണ്ടി. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ പുറം കാഴ്ചകൾ നിങ്ങളെ കാണിക്കാമെന്ന് കരുതിയത്. എനിക്ക് തോന്നുന്നു കന്യാകുമാരിയിൽ പോകുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ ഈ ഒരു സ്ഥലം മറന്നു പോകരുത്. ഈ കാണുന്ന മുട്ടം ഹാർബറിനെ സംരക്ഷിച്ചിരിക്കുന്ന പുലിമുട്ടുകളാണ്. എത്രമാത്രം ദീർഘവീക്ഷണത്തോടു കൂടിയാണ് അവിടെയുള്ള പ്രതിനിധികൾ ഇതിനു വേണ്ടി പ്രയത്നിച്ചത് കണ്ടാൽ അറിയാം. ഇത് മത്സ്യത്തൊഴിലാളി ഗ്രാമമാണ്. ഇവിടെ ഒരു 101 വർഷം പഴക്കമുള്ള ചർച്ചാണ് നിങ്ങൾ കാണുന്നത്. ഒരു കാര്യം മനസ്സിലാക്കണം, മത്സ്യത്തൊഴിലാളികൾ അമിതമായ വിശ്വാസികളാണ്. വിശ്വാസത്തിന്റെ പുറത്ത് തന്നെയാണ് ഞങ്ങൾ കടലോട്ട് പോകുന്നതും തിരികെ വരുന്നതും. അപ്പം ഞങ്ങൾ എന്തുകൊണ്ടും ഞങ്ങളുടെ പവർ ആശ്രയിക്കുന്നത് ഇവിടെ ക്രിസ്ത്യൻ ഗ്രാമമാണെങ്കിൽ ക്രിസ്ത്യൻ ഗ്രാമമാണ്, മുസ്ലിംസ് ആണെങ്കിൽ മരയ്ക്കാന്മാരാണെങ്കിൽ മുസ്ലിം ദൈവങ്ങളെ ചെയ്യും, മരയന്മാരാണെങ്കിൽ ഹിന്ദു ദൈവങ്ങളെ ചെയ്യും, മുക്കോപന്മാരാണെങ്കിൽ ആരാധിക്കുന്നത് ക്രിസ്തുവിനെയാണ്. അപ്പോൾ ക്രിസ്തുവിനെ ആരാധിക്കുന്ന പള്ളികളിൽ അപ്പോൾ ഞങ്ങളുടെ എപ്പോഴും തീരത്തോട് ബന്ധപ്പെട്ട് തീരത്തിനോട് അടുത്തായിരിക്കും ഈ കാണുന്നത്. എനിക്ക് തോന്നുന്നത് ഈ ഭംഗി നിങ്ങൾ നല്ലതുപോലെ ഒന്ന് ആസ്വദിക്കണം കേട്ടോ. എനിക്ക് ആ ദൂരക്കാഴ്ച എന്ത് ഭംഗിയാണെന്ന് നോക്കി. ആ ഒരു ചുവപ്പ് തറയിൽ അതിനപ്പുറത്ത് കാണുന്ന നീല തടാകം എല്ലാം കൊണ്ടും മുട്ടം ഹാർബറിനെയും മുട്ടം നഗരത്തെയും നഗരം തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം അത്ര സുന്ദരമാണ് ആ ഗ്രാമം എന്ന് പറയുന്നതിനേക്കാളും ആ നഗരം എന്ന് പറയുന്നതാണ് എനിക്ക് കുറച്ചുകൂടി ഇത് തോന്നിയത്. കംപ്ലീറ്റ് മത്സ്യത്തൊഴിലാളികളാണ്. ഇനി നമ്മൾ പോകുന്നതാണ് നേരെ നമ്മൾ ഇനി ഇങ്ങോട്ട് വരാൻ പോകുന്നത് കടപ്പുറത്തോട്ടാണ്. കടപ്പുറത്തോട്ട് ഒരു സമയത്ത് ഈ കാണുന്ന വള്ളങ്ങൾ ഉണ്ടായിരുന്ന ഈ കാണുന്ന സ്ഥലം എനിക്ക് തോന്നുന്നു ചാളത്തടികൾ കേരളത്തിലുള്ള ഇന്ത്യയിൽ എവിടെയെങ്കിലും ഇത്രയും വലിയ ചാളത്തടികൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലം വേറെ ഇല്ലെന്ന് തന്നെ എനിക്ക് പറയാം. കാരണമുണ്ട്. ഞാൻ കഴിഞ്ഞ വർഷം വരെ ഞാൻ കരുതിയത് ഇതുണ്ടെന്നാണ്. ഇന്നലെ ഞാൻ അവിടെ എത്തിയപ്പം അതെല്ലാം നേരെ തിരിച്ചാണ്. കടലിൽ നിന്ന് ആ പള്ളിയെ കാണാൻ എനിക്ക് തോന്നുന്നു ഭയങ്കര സൗന്ദര്യം കേട്ടോ. ഒരു രക്ഷയുമില്ലാത്ത സൗന്ദര്യമാണ് കടലിൽ നിന്ന് ആ പള്ളിയെ കാണാനുള്ള ഒരു വേവ്. പച്ചപ്പ് നിറഞ്ഞ ഇതിൽ നമ്മൾ നേരെ കാണുന്ന വിശ്വാസത്തെ മുറുകെ പിടിച്ച് പിതാവിനും പുത്രനും പറഞ്ഞതുകൊണ്ട് തന്നെയാണ് മത്സ്യത്തൊഴിലാളികൾ യാത്രയാവുന്നത്. പരമ്പരാഗതമായ നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ ഇവിടെ നിന്നാണ് പോകുന്നത് കേട്ടോ. ഇവിടെ പകരം ഹാർബറിൽ നിന്ന് നമ്മുടെ വലിയ വലിയ ബോട്ടുകൾ മാത്രമാണ് ആശ്രയിക്കുന്നത്. പകരം ഈ ഹാർബർ അഥവാ എന്തെങ്കിലും ഇത്ര അടച്ചു എന്ത് ചെയ്താലും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ പോകുന്നതെല്ലാം ഇവിടെ നിന്ന് തന്നെയാണ്. പിന്നെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ഇവിടെ എല്ലാം ഉപയോഗിക്കുന്നത് അറബിക് മോഡലിലെ തറാത്ത് വള്ളങ്ങളാണ്. തറാത്ത് എന്ന് പറയും. ഇത് ഏത് കാറ്റിനെയും ഏത് കടലിനെയും പ്രതിരോധിക്കും എന്ന് തന്നെ എനിക്ക് പറയാം. കാരണം ഞാൻ അതിൽ യാത്ര ചെയ്തതുകൊണ്ട് കമന്നാലും മറിഞ്ഞാലും മത്സ്യത്തൊഴിലാളി രക്ഷപ്പെടും എന്ന് പറഞ്ഞാൽ ഇതിൽ കെട്ടിപ്പിടിച്ച് കിടന്നാൽ നമുക്ക് അതിന്റെ പുറത്ത് കിടക്കാനുള്ള സൗകര്യം ഇതൊരിക്കലും താന്നു പോകില്ല. പിന്നെ ഏറ്റവും കുറച്ചുകൂടി സൗന്ദര്യം തോന്നുന്നത് ഈ കുരിശടി ഭയങ്കര രസമാണ്. നോക്കിയേക്കാം. നേരെ നമുക്ക് ഒരു കാര്യം ചെയ്യാം, അങ്ങോട്ട് യാത്ര ചെയ്ത് നമുക്ക് ആ കാഴ്ചകളൊന്നും കാണാം. ആ കുരിശടിയുടെ ആകാശ കാഴ്ച നോക്കി എന്ത് രസമാണെന്ന് അറിയോ. അടിപൊളിയല്ലേ? ഇതാ കണ്ടു നോക്കി. ഇതെല്ലാം ഫിഷർമാന്റെ പൈസ കൊണ്ട്, അവരുടെ കഴിവ് കൊണ്ട്, കടലിൽ നിന്ന് കടലമ്മ നൽകിയ പൈസയാണ്. ഒരു കളർഫുൾ ഗ്രാമം തന്നെ എന്ന് വേണം എനിക്ക് പറയാൻ വേണ്ടി. നഗരം എന്ന് വേണമെങ്കിലും പറയാം.
അപ്പൊ കന്യാകുമാരിയിലൊക്കെ പോകുന്നവരെ ഈ മുട്ടം ഹാർബർ ഒന്ന് നോട്ട് ചെയ്യണം, വരണം. അവിടെ വന്ന് ഈ കാഴ്ചകൾ നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാം. അപ്പൊ ഇതിനകത്ത് കടൽ യാത്രകൾ വേണമെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാൻ ഇതിനകത്ത് കടൽ യാത്ര വരെ ചെയ്യാം. കാരണം കടലിനെ നമുക്ക് ഭയക്കണ്ട. ഇതിനകത്ത് കൂറ്റിന് വരുന്ന ഏറ്റവും പ്രശ്നം പാറക്കല്ലുകൾ ഒരുപാടുണ്ട്. അത് നോക്കിക്കേ, നിങ്ങൾ നോക്കില്ല വള്ളങ്ങളുടെ കളർ നോക്കില്ല, എല്ലാം ഒരേ ടൈപ്പിൽ തറാത്ത വള്ളങ്ങളാണ്, ചെറുത് വലുത് എന്നുള്ളത് മാത്രം. കാരണം ഒരിക്കലും ഇവർ കടലിൽ പോയി ഇവർക്ക് ഒരു അപകടം ഉണ്ടാകില്ല കേട്ടോ. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് തന്നെ പറയാം. പിന്നെ നമുക്ക് നിങ്ങൾക്കറിയില്ലേ ഈ കടലിലെ കാഴ്ചകളും വള്ളങ്ങളും എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും കടലാണെന്നൊരു കാരമാണ് കേട്ടോ. അത് പറയാതിരിക്കാൻ വയ്യ, എനിക്ക് കാരം തന്നെയാണ്. അത് പറഞ്ഞറിയിക്കാൻ വയ്യ. എന്തോ എനിക്കറിയില്ല, എവിടെ പോയാലും കടപ്പുറത്ത് പോകുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം നമുക്ക് അല്ലെങ്കിൽ എനിക്ക് കിട്ടാറില്ല. ഒരു കാര്യം ചെയ്യാം, ഇനി നമുക്ക് മുകളിൽ നിന്ന് നമ്മുടെ ഈ വള്ളങ്ങളെ ഒന്ന് കണ്ടു നോക്കാം. ഹായ് ഹായ്, എത്ര സുന്ദരം. കടലോരം വാങ്ങിയ കാറ്റ് കുളിരാകി ഇറന്തത് നെയ്ത്ത് കലകലക്വാ. ശ്വാസം കിട്ടില്ല, എന്നാലും ചുമ്മാ പാടി നോക്കിയത് കണ്ടപ്പോൾ പാടാൻ തോന്നി. അപ്പൊ ഈ ഗ്രാമങ്ങളൊക്കെ കണ്ടുകൊണ്ട് നിങ്ങളെല്ലാം കാണാൻ വേണ്ടിയാ. കാരണം ഇത് നിങ്ങൾക്ക് ഒരു യാത്ര കിടക്കുമ്പോൾ തീർച്ചയായും കന്യാകുമാരി മാത്രം കണ്ടു വരരുത് എന്നുള്ള ഒരു ദീർഘവീക്ഷണത്തിൽ തന്നെയാണ് ഈ ഗ്രാമം. ഈ മുട്ടം കഴിഞ്ഞ് നമ്മൾ ഈ മുട്ടം, അല്ലെങ്കിൽ ചെറിയ മുട്ടം വലിയ മുട്ടം ഉണ്ട്, ഈ മുട്ടം കഴിഞ്ഞ് ഇവിടെ കാണുന്നുണ്ടല്ലോ ഹാർബറാണ്. 16 വർഷം പഴക്കമുള്ള ലോകത്തിലെ എനിക്ക് തോന്നുന്നു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരേ ഒരു ഹാർബർ, ഇത്രയും നല്ല രസമായി സൂക്ഷിക്കുന്ന ഒരു ഹാർബർ എനിക്ക് തോന്നുന്നില്ല ഇവിടെ ഉണ്ടെന്ന് ഒരിടത്തും. അത്ര ക്ലീൻ ഹാർബറാണ് JPR മുട്ടം ഹാർബർ എന്ന് എനിക്ക് പറയേണ്ടി വരും. നോക്കിയ കടലിന്റെ നീലിമയിൽ ഞങ്ങളുടെ യാനങ്ങളും മറ്റും കിടക്കുന്ന കാഴ്ച അതീവ സുന്ദരമല്ലേ. അപ്പൊ ഇങ്ങനെയുള്ള യാത്രകൾ പോകുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കാര്യം ചെയ്യണം, എന്നെ വിളിക്കാൻ മറക്കരുത്. 9048589113 കറക്റ്റ് ലൊക്കേഷനും ഇൻസ്ട്രക്ഷനും എല്ലാം എനിക്ക് നിങ്ങൾക്ക് തരാൻ സാധിക്കും. ധൈര്യമായിട്ട് വിളിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യാനും മറക്കരുത്. തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾക്കുണ്ടാകും. നമുക്കിനി ഒരു കാര്യം കൂടി ചെയ്യാം. JPRന്റെ മൊത്ത കാഴ്ച, JPRന്റെ ആ അടുത്തുള്ള ബീച്ചാണ് നോക്കണേ. തറസെന്ന് ഈ ബീച്ച് കാണാം. അപ്പോൾ ഈ സുന്ദരമായ ഒരു ബീച്ചും പിന്നെ JPR ഹാർബർ നോക്കിക്ക്. പുലിമുട്ടിന്റെ പുറത്തു പോയാൽ നമുക്ക് കടലിൽ നിൽക്കുന്ന ഒരു പ്രതീതി ഉണ്ടാകും. നിങ്ങൾ കടലിൽ നിന്നുകൊണ്ട് JPR ഹാർബർ കാണുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കും. ഞാൻ അവിടെ ആ വീഡിയോ അലൗഡല്ല, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് എൻ്റെ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. നമ്മുടെ ഉദ്ദേശം കടൽ മാത്രമാണ്, കടലിന്റെ പക്കം പുലിമുട്ടൊക്കെ ഉണ്ടാവും. എന്ത് കാഴ്ച ഉണ്ടാകും, തരുന്ന കാഴ്ച എന്ന് പറയുന്നത് ഒരു പ്രത്യേക വൈബാണ് അത് തരുന്നത്. ഒരു കാര്യം ചെയ്യാൻ നമുക്കൊന്ന് മൂവി കാണാം. ഹാർബർ പുലിമുട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ഒന്നുകൂടി തീരത്തോട്ട് വരാം. അപ്പൊ മച്ചാമാരെ കണ്ടല്ലോ, ഇതേപോലുള്ള വ്യത്യസ്ത വീഡിയോകളുമായി നിങ്ങളോടൊപ്പം ഞാനുണ്ടാവും. മുട്ടം ഹാർബറും മുട്ടം വിശേഷങ്ങളുമാണ് നിങ്ങൾ കണ്ടത്. മുട്ടത്തിന്റെ വേറെ കാഴ്ചകളുണ്ട്, വരും ദിവസങ്ങളിൽ കാണിച്ചു തരാം, പുറകെ ഉണ്ടാവും. അവ ഇതേപോലെ നല്ല വീഡിയോകളുമായി നിങ്ങളോടൊപ്പം ഉണ്ടാവും. നിങ്ങളുടെ പ്രിയപ്പെട്ട കടലാണ്. അപ്പൊ ബാക്കിയുള്ള അവസാനം വരെ വീഡിയോ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ വ്യക്തമായി എഴുതാൻ മറക്കണ്ട. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി യാത്ര പറഞ്ഞുകൊണ്ട് കടലാണ് പോകുന്നു.